ഇവിടെ ആയിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർ, കുടുംബക്കാർ, ചർച്ചക്കാർ, നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. ഞാൻ ഇവിടെ ആയിരിക്കുന്നത് ചേലക്കൊമ്പിലുള്ള ചർച്ച് ഓഫ് ദി നാസറിൻ ദൈവസഭയുടെ ബന്ധത്തിലാണ്. കർത്തൃസനിലേക്ക് ചേർക്കപ്പെട്ട പ്രിയ സാറിൻ്റെ പുരയിടത്തിലാണ്, ചേലക്കമ്പിലുള്ള പുരയിടത്തിലാണ് ഞങ്ങളുടെ ദൈവസഭ നടത്തപ്പെടുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഞാൻ അവിടെ കിടന്നു ചെല്ലുമ്പോൾ അവിടുത്തെ ഞങ്ങളുടെ അനുഗ്രഹീത ശുശ്രൂഷകനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ സാങ്കുട്ടി പാസ്റ്ററിനോട് പറഞ്ഞു, നമ്മുടെ ഈ പുരയിടത്തിൻ്റെയും ഈ ബിൽഡിങ്ങിൻ്റെയും ഉടമസ്ഥൻ ദൈവസനിലേക്ക് ചേർക്കപ്പെട്ടു. കേട്ടപ്പോൾ എനിക്ക് വളരെ ദുഃഖമുണ്ടായി. പിന്നീട് ഞങ്ങൾ അവിടെ നിന്ന് സംസാരിച്ചപ്പോൾ സാങ്കുട്ടി പാസ്റ്ററിനോട് പറഞ്ഞു, അദ്ദേഹം എൻ്റെ അടുത്ത ബന്ധവും സ്വന്തവുമുള്ള വ്യക്തിയാണ്, ഞങ്ങൾ വളരെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്, അതുപോലെ തന്നെ ഞങ്ങളെയും വളരെയധികം കരുതുന്ന വ്യക്തിയാണെന്ന് പറയുവാൻ ഇടയായിത്തീർന്നു. എനിക്ക് വ്യക്തിപരമായി പ്രിയ ചാക്കോ സാറുമായിട്ട് ബന്ധമില്ലെങ്കിലും പ്രിയ ചാക്കോ സാറുമായി ഒരിക്കൽ ഫോണിൽ കൂടെ സംസാരിക്കുവാനിടയായി. അദ്ദേഹം ഒരു ദിവസം എനിക്ക് ഫോൺ ചെയ്തു എന്നോട് പറഞ്ഞു, CSDSൻ്റെ ഒരു കോൺക്ലേവ് കോട്ടയത്ത് നടക്കുന്നുണ്ട്. കേരളത്തിലെ സഭകളുടെ നേതൃത്വത്തിൽപ്പെട്ട വ്യക്തികളെ അതിൽ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഈ കോൺക്ലേവിൽ പാസ്റ്ററും പങ്കെടുക്കണമെന്ന് പറയുവാനിടയായി. അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും അദ്ദേഹത്തിൻ്റെ സംഭാഷണവും കേട്ടപ്പോൾ തന്നെ പ്രിയ ചാക്കോ സാറ് നല്ലൊരു സംഘാടകനാണെന്ന് എനിക്ക് തിരിച്ചറിയുവാൻ കഴിയും. പ്രിയ കർത്തൃദാസൻ്റെ വിയോഗം ഈ ഭവനത്തിലെ പ്രിയ ആൻറ്റിക്കും തൻ്റെ ബന്ധുമിത്രാദികൾക്കും ഈ നാടിനുമെല്ലാം വളരെ ദുഃഖം പകർന്നിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒന്ന് രണ്ട് യാഥാർത്ഥ്യം നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ രാജ്യത്തും ലോകമെമ്പാടും കൊറോണ വന്ന കാലഘട്ടത്തിൽ എല്ലാവരും മരണത്തെ ഭയപ്പെട്ടു. എന്നാൽ അതിൻ്റെ ഒരു പീരീഡ് കഴിഞ്ഞതിന് ശേഷം മനുഷ്യർക്ക് ഇന്ന് മരണത്തെക്കുറിച്ച് ഭയമില്ല. ഓരോ ദിവസവും നമ്മുടെ ജീവിതം നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏത് നിമിഷവും നാം എല്ലാവരും ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടാം. കാരണം മരണമെന്ന സ്റ്റേറ്റ് എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഇറ്റ് ഈസ് വിത്ത് അസ്. അപ്പം അതെപ്പോഴും നമ്മോട് കൂടെ യാത്ര ചെയ്യുകയാണ്. വി ആർ ട്രാവലിംഗ് വിത്ത് ഡെത്ത്. നമ്മൾ മരണത്തോടു കൂടെ യാത്ര ചെയ്യുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വേദികളിൽ മരണത്തെക്കുറിച്ചും മരണാന്തര ജീവിതത്തെക്കുറിച്ചുമൊക്കെ മനുഷ്യൻ മനസ്സിലാക്കുന്നത് ഉത്തമമായിരിക്കും. രണ്ട് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അനുശോചനം അവസാനിപ്പിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് മടങ്ങിച്ചേരുന്നു, പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു. ആത്മാവോ അത് നൽകിയവൻ്റെ അരികിലേക്ക് മടങ്ങിപ്പോകുന്നു. വളരെ സൗന്ദര്യത്തോടെ ലോകത്തിലെ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എഴുതി വച്ചിരിക്കുകയാണ്, the dust will return to the ground. അടുത്ത സെൻറ്റൻസ് ആണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആസ് ഇറ്റ് വാസ്. ഇത് പണ്ടായിരുന്നത് പോലെ
ഇത് ഭൂമിയിലേക്ക്, പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു. ബട്ട് എന്ന് പറഞ്ഞിട്ട് സൊലൊമോൻ പറയുകയാണ്, ദ സ്പിരിറ്റ് വിൽ ഗോ ടു ദി ക്രിയേറ്റർ ഹൂ ഗേവ് ഇറ്റ്. ആത്മാവോ അത് തന്നവങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു. ഈ യാഥാർത്ഥ്യം മനുഷ്യൻ മനസ്സിലാക്കണം. എല്ലാ മനുഷ്യരും, ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന സർവ മനുഷ്യനും പൊടിയാകുന്നു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. പൊടിയിലേക്ക് മടങ്ങിച്ചേരുമ്പോൾ ആത്മാവ് ദൈവത്തെങ്കിലേക്ക് പോകുകയാണ്. എല്ലാ മനുഷ്യൻ്റെയും ആത്മാവ് പോകുന്നത് ദൈവത്തെങ്കിലേക്കാണ്. ദൈവം അതിനെ സെപ്പറേറ്റ് പ്ലേസ്, ഗോഡ് വിൽ കീപ് ഇറ്റ് ഓൾ ദ സ്പിരിറ്റ്. എല്ലാവരുടെയും ആത്മാവിനെ ദൈവം ഒരു പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കും. 90-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, മർത്യനെ പൊടിയിലേക്ക് ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് അവൻ അരുളിച്ചെയ്യുന്നു. രണ്ട് യാഥാർത്ഥ്യങ്ങൾ: ഒന്ന്, നമ്മൾ പൊടിയാണെന്ന് മനസ്സിലാക്കുക; രണ്ട്, പൊടിയിലേക്ക് ചേരുന്ന മനുഷ്യനെ തിരികെ വരുവിൻ എന്ന് ദൈവം വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ രണ്ട് യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കിയാൽ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കും. അങ്ങനെ രണ്ടാമത്തെ ഫാക്റ്റ്, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിൻ എന്ന് ദൈവം വിളിക്കുമ്പോൾ, മൈ ക്വസ്റ്റ്യൻ ഈസ്, വിൽ യു കം ബാക്ക് ഫ്രം ദി ഡസ്റ്റ് വെൻ ഗോഡ് കോൾ യു? ദൈവം നിങ്ങളെ വിളിക്കുമ്പോൾ നിങ്ങൾ പൊടിയിൽ നിന്നും മടങ്ങി വരുമോ? ഇതാണ് എൻ്റെ ചോദ്യം. എന്നെ ശ്രമിക്കുന്ന പ്രിയ സ്നേഹിതരെ, ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങൾ ഏത് ജാതിയിൽപ്പെട്ടവനുമായിക്കോട്ടെ, ഏത് സമ്പന്നനുമായിക്കോട്ടെ, ഏത് പണക്കാരനും ഏത് പാവപ്പെട്ടവനുമായിക്കോട്ടെ, ഈ വിളിയുടെ മുന്നിൽ നിങ്ങൾക്ക് തിരിച്ചു വരുവാൻ യോഗ്യത നേടിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഈ ഭൂമിയിൽ വ്യർത്ഥമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ തിരികെ വരുവാൻ there is a possible. അതാണ് നസ്രായനായിരിക്കുന്ന യേശു ക്രിസ്തു. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, അവൻ പൊടിയിൽ നിന്ന് എഴുന്നേറ്റു വരും. ഇന്ന് പകൽക്കാലം ഞങ്ങളുടെ കേരള ഡിസ്ട്രിക്ട് ചർച്ച് ഓഫ് ദി നാസറേൻ ദൈവസഭയുടെ ആദരാഞ്ജലികളും അനുശോചനവും അറിയിക്കുന്നതോടൊപ്പം ഈ ഭവനത്തിന് വേണ്ടി ശനിയാഴ്ച മുതൽ പ്രാർത്ഥിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, സമയം തന്ന ദൈവസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ പര്യവസാനിപ്പിക്കുന്നു.